രാവിലെ ബാഗ് ഇട്ടുകൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കൂളിൽ പോകാനാണെന്ന്. അല്ല, പിന്നെ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നോട് വണ്ടിയിൽ കയറാൻ മാത്രമേ പറഞ്ഞുള്ളൂ. പോകുന്നത് ചാച്ചൻ്റെ സഞ്ചരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുമായിട്ടാണ്. എങ്ങോട്ടാണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്കൊരു ഉഷാറാണ് ഗൈസ്. ആഹാരം കിട്ടുമെന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. പോകുന്ന വഴി നമ്മുടെ ബോഗോയോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അവനാണ് ഭയങ്കര സങ്കടമായിരുന്നു. പോകുന്ന വഴി നല്ല ചൂടായതുകൊണ്ട് ചാച്ചൻ എനിക്കൊരു സംഭാരം വാങ്ങിച്ചിരുന്നു. പിന്നെ കുറച്ച് ജെംസ് മുട്ടായി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥലം എത്തി. ആദ്യം ഞാൻ വിചാരിച്ചു ചാച്ചൻ എന്നെ ഇവിടെ കൊണ്ട് കളയാൻ വന്നതാണ്. പിന്നെ മനസ്സിലായത് ബോച്ചയുടെ ഗസ്റ്റ് ഹൗസ് ആണെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സിനെ ചാച്ചൻ സെലിബ്രേറ്റ് ചെയ്യാൻ നിന്ന സ്ഥലം നമ്മുടെ ബോച്ചയുടെ ടൊടി പബ്ബാണ്. ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എനിക്ക് വൻ സ്വീകരണമായിരുന്നു. ഞാനാണ് ഒരു മെമ്പറൊക്കെ പോകുന്ന പോലെയുള്ള ഫീലായിരുന്നു. അവിടെയാണ് നിറച്ച ആൾക്കാർ. പിന്നെ അവർ പറഞ്ഞ നേരെ അങ്ങോട്ട് പോക്കും, അവിടെ ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. ഞാൻ ആലോചിച്ച പോലെ, ഞാൻ സ്വപ്നം കണ്ട പോലെ കുറേ ഫുഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇറങ്ങിപ്പോൾ നല്ലൊരു ജ്യൂസും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതെങ്ങനെയെങ്കിലും തിന്നു തീർക്കുക എന്നുള്ള പിന്നുള്ള എൻ്റെ മനസ്സിലെ ആഗ്രഹം ഫുള്ള്. ശരിക്കും നല്ല നാടൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് അവിടെ. ടേസ്റ്റ് ഉള്ള പോലെ തന്നെ ക്വാണ്ടിറ്റിയിലും വിട്ടുവീഴ്ചയൊന്നുമില്ല. നല്ല രീതിക്കുള്ള ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇത്രയും ഫുഡ് ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വയറ് വാടകയ്ക്ക് എടുക്കണമെന്ന്. പക്ഷേ എൻ്റെ ആവശ്യം വന്നില്ല ഗൈസ്. ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ വിചാരിച്ചാലും അതൊക്കെ ഇറങ്ങിപ്പോവും എന്നെ സംബന്ധിച്ച്. പിന്നെ കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഞാൻ കപ്പ അങ്ങനെ അധികം കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇത് ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല, ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. ചാച്ചൻ സൈഡിൽ നിന്ന് എറിഞ്ഞിട്ട് പോലും ഞാൻ കൊടുത്തില്ല. നിങ്ങൾ എന്തായാലും അവിടെ പോവുകയാണെങ്കിൽ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതുപോലെ അവിടെ ഫിഷൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫീലിങ്ങും ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റുമാണ്. ഞാനാണ് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പോലും അല്ല എടുത്ത, മെയിൻ കോഴ്സായിട്ട് തന്നെ എടുത്താൽ ഞാൻ അതെല്ലാം കഴിച്ചത്. ചാച്ചൻ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, വരുമ്പോൾ വരെ എനിക്ക് പേടിയായിരുന്നു ഇതെല്ലാം പാഴ്സൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരുമെന്ന്. പക്ഷേ നിന്റെ തീറ്റ ഉണ്ടാവുമ്പോൾ മനസ്സിലായി ഇതൊന്നും പാഴ്സൽ എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇടയ്ക്ക് ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ടാണ് കഴിക്കാൻ പിന്നെയും തുടങ്ങിയത്. എങ്ങനെയാണെങ്കിലും ഞാൻ കഴിച്ച് തീർത്തു. അപ്പോഴാണ് ചാച്ചൻ പറഞ്ഞ പാൽക്കപ്പയും കൂടെ ട്രൈ ചെയ്യാം. പാൽക്കപ്പയും മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പ്ലാറ്റർ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വർത്തായിരിക്കും. അതുപോലെ തന്നെ ഇത് അവിടുത്തെ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഡിഷാണ്. ഇത് നല്ല ഒരു ഫ്ലേവർ തരുന്ന ഡിഷാണ്. പിന്നെ അവിടെ കൈ ഇടുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എല്ലാം ഒരു യുണീക്ക് ഉണ്ട്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചത് എനിക്ക് കഴിക്കാനുള്ളതായിരിക്കും ഡെസേർട്ട് എന്ന് പോലെ. പിന്നെ മനസ്സിലായത് മീൻ തീറ്റയാണ്. കഴിക്കാൻ മാത്രമല്ല ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, ഫിഷിങ്ങും ഒക്കെ. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നത് കണ്ടോ. ചാച്ചനകത്ത് കയറിയും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ലോലനും എല്ലാവരും. ഞാനവിടെ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കുട്ടികളും ഇവിടെ കളിക്കുന്നത് കണ്ടു. അതുകൂടാതെ അവിടെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്.